10 സംസ്ഥാനങ്ങളിൽ വല്ലാത്ത തണുപ്പ് അതിശൈത്യം അനുഭവപ്പെടുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യാത്രക്കാർക്ക് ഡൽഹി വിമാനത്താവളം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല വിമാനങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിമാന കമ്പനികളുമായി യാത്രക്കാർ ബന്ധപ്പെടണം എന്നുകൂടി നിർദ്ദേശം വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തായാലും പഞ്ചാബ്, ഹരിയാന, ദക്ഷിണ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മേഘാലയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഈ അതിശൈത്യം രൂക്ഷമായിരിക്കുന്നത്. മഞ്ഞും ശക്തമാണ്. റോഡുകളൊന്നും കാണാൻ പറ്റാത്ത, ഡ്രൈവർക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനാപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, യാത്രക്കാർക്ക് എന്ത് മുന്നറിയിപ്പാണ് ഡൽഹി എയർപോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ പറയൂ. ഡൽഹി വിമാനത്താവള അധികൃതർ ഇന്ന് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും അത്തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കനത്ത മൂടൽമഞ്ഞ് ഇന്ന് ഈ മേഖലയിൽ, ഉത്തരേന്ത്യൻ മേഖലയിൽ എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വിമാനത്താവള കമ്പനികളുമായി ബന്ധപ്പെടണം, തങ്ങളുടെ യാത്ര ഉറപ്പാക്കുന്നതിന് മുമ്പ് എന്ന മുന്നറിയിപ്പാണ് ഡൽഹി വിമാനത്താവളം നൽകിയിരിക്കുന്നത്. ഇന്നലെ പോലും 150ഓളം വിമാന സർവീസുകളെ ബാധിച്ചിരുന്നു ഈ ശക്തമായ മൂടൽമഞ്ഞ്. കഴിഞ്ഞ 2 ദിവസമായി മൂടൽമഞ്ഞിന് നേരിയ ആശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സമീപ ദിവസങ്ങളിൽ ഏറ്റവും കനത്ത മൂടൽമഞ്ഞാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്ന് ഏതാണ്ട് 200 മീറ്ററിൽ താഴെ മാത്രം അകലെയാണ് ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന. അവിടെ ഒരു പൊട്ടുപോലെ പോലും ഒന്നും കാണാൻ കഴിയുന്നില്ല. മൂടൽമഞ്ഞിൽ മൂടി നിൽക്കുകയാണ് ആ പ്രദേശം മുഴുവൻ തന്നെ. അത്രത്തോളം ശക്തമായ മൂടൽമഞ്ഞാണ്. സമീപത്തായി തന്നെ ഡൽഹി മീററ്റ് എക്സ്പ്രസ് പാതയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേരിയ പൊട്ടുപോലെ വെളിച്ചം കാണുന്നത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളാണ്. 100 മീറ്ററിൽ താഴെ അല്ലെങ്കിൽ 50 മീറ്ററിൽ താഴെയായി ദൃശ്യപരിധി ഈ പ്രദേശത്ത് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. സമാനമായി പഞ്ചാബിൽ അമൃത്സർ അടക്കം പലയിടങ്ങളിലും ദൃശ്യപരിധി 0 ഇന്ന് പുലർച്ചെ എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് റോഡ്, വ്യോമ, റെയിൽ ഗതാഗതത്തെ പൂർണ്ണമായും തന്നെ ഈ ഒരു മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. ഇന്ന് പഞ്ചാബ് മുതൽ ഏതാണ്ട് പശ്ചിമ ബംഗാൾ, മേഘാലയ വരെയുള്ള പ്രദേശങ്ങളിൽ മുഴുവനായി മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ താപനില കുറഞ്ഞു വരികയാണ്. നിലവിൽ ഡൽഹിയിലെ താപനില 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ശക്തമായ കാറ്റും ഇന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ഈ ഡൽഹിയിലെ വിമാനത്താവളത്തെ നിലവിൽ പ്രവർത്തനം ബാധിച്ചിട്ടില്ല. പക്ഷേ മറ്റ് പല വിമാനത്താവളങ്ങളിലും പ്രവർത്തനത്തെ പോലും ഈ മൂടൽമഞ്ഞ് ബാധിച്ച ഒരു സാഹചര്യവും ഇന്ന് രാവിലെ നിലനിൽക്കുന്നുണ്ട്. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.